പ്രിയമുള്ളവരെ, വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളതായ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും തുടർന്ന് ഉണ്ടാവണം എന്നുകൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് എൻ്റെതായ ശൈലിയിലാണ് ഞാൻ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മച്ചന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് അത്ര വഴങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ നേച്ചുറലായിട്ടുള്ള രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. നമ്മുടെ വടക്കൻ കേരളത്തിൽ കാണുന്ന ഒന്നാണ് തെയ്യം എന്ന അനുഷ്ഠാന കർമ്മം. ഈ അനുഷ്ഠാന കർമ്മത്തിൽ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് കൂത്ത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വണ്ണാങ്കൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂത്തുണ്ട്. അത് ചില പെരുങ്കളിയാട്ട കാവുകളിലും ചില ക്ഷേത്രങ്ങളിലും മാത്രമായിട്ടാണ് ഈ കൂത്ത് കണ്ടുവരുന്നത്. ഇന്ന് ആ കൂത്ത് കെട്ടാൻ അറിയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. അപ്പോൾ ആ കൂത്ത് കെട്ടാൻ അറിയുന്ന, ആ കൂത്തിനെ കുറിച്ച് സംസാരിക്കാൻ അറിയാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ കൂത്ത് കെട്ടാൻ അറിയുന്ന നമ്മുടെ മോഹനൻ പെരുവണ്ണാൻ പാപ്പാരട്ടയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. പാപ്പാരട്ടയാണ് അദ്ദേഹത്തിൻ്റെ താമസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി നമുക്ക് ആ കൂത്തിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിനെ കുറിച്ചിട്ടും നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം, ചാനൽ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പാപ്പാരട്ട മോഹനാട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. സമ്പുല്ലാഭോഗമല്ലൻ പറവതിനിഹ ഞാൻ പെട്ട പാടിന്നെനിക്ക് പെൺചങ്ങാതിക്ക് പാർക്കും പൊഴുതിലൊരുടയോർ പാരിലില്ലെന്നു വന്നു. ഡമ്പും കാട്ടി ഭവാനോ ദശമുഖമണി സിംഹാസനെ ചേർന്നു മീശക്കൊമ്പും മെല്ലെ തിരത്തി പ്രഭുജളൻ അറിയുന്നീലോരോരോ വിശേഷൻ. മോഹനം പെരുവണ്ണാൻ. എൻ്റെ ജന്മം നടക്കേണ്ട നാട് രാമന്തളിയാണ്. രാമന്തളി താവരയാട്ടിൽ നിന്നാണ് ഞാൻ ആചാരം വാങ്ങിയത്. അപ്പോൾ ഒരു 30 വർഷത്തിന് മേലെയായി ഞാൻ ആചാരം വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ തെയ്യത്തിനൊക്കെ ഒരു 5 വയസ്സ് മുതൽ വേടൻ കെട്ടിയിട്ടാണ് ഞാൻ ഈ തെയ്യം രംഗത്തേക്ക് വരുന്നത്. എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ നിന്ന് വേടൻ കെട്ടിയിട്ടാണ് ഞാൻ തെയ്യം രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതോടൊപ്പം വിദ്യാഭ്യാസവും, അതോടൊപ്പം ഒരു 17 വയസ്സിൽ ഞാൻ കതുവിനൊരു വീരൻ അച്ഛൻ്റെ നാട്ടിൽ കണ്ടോത്ത് ക്ഷേത്രത്തിൽ വെച്ചിട്ട് പുലിയൊരു കണ്ണൻ, പുലിക്കണ്ടൻ, പുലിയൊരു കാളി, പുതിയ ഭഗവതി തുടങ്ങി അച്ഛൻ്റെ അവകാശത്തിൽ വരുന്ന എല്ലാ തെയ്യങ്ങളും കണ്ടോത്ത് ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്. പിന്നീട് എൻ്റെ ആചാരം വാങ്ങുന്നതിന് മുമ്പേ തന്നെ എൻ്റെ കരുവള്ളൂർ ചിണ്ടപ്പെരുവണ്ണ എന്ന് പറയുന്ന അമ്മാവൻ്റെ കൂടെ താവരാട്ട് ക്ഷേത്രത്തിൽ ബന്ധപ്പെടുകയും അവിടെ താവരാട്ട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ ഭാഗത്ത് ഊർപ്പഴച്ചി ദൈവമാണ്. അത് മാറി മാറി വരും. വേട്ടക്കുരുമകനും ഊർപ്പഴച്ചിയും മാറി മാറി കെട്ടലാണ് അവിടെ, 2 അവകാശികളായതുകൊണ്ട്. അപ്പം അങ്ങനെ ചെയ്തു വന്നിട്ടില്ലേ വേട്ടക്കുരുമകൻ കെട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആചാരം വാങ്ങിയിട്ടുള്ളത് താവരാട്ട് ക്ഷേത്രത്തിൽ നിന്ന്. അങ്ങനെ രാമന്തളി വടക്കമ്പാട് ഭാഗത്ത് വടക്കമ്പാട് പെരുവണ്ണാന്മാർ നടത്തേണ്ട എല്ലാ തെയ്യങ്ങളും പ്രമാഞ്ചേരി കാവ് മുതൽ ആടുന്ന് അങ്ങോട്ടിലെ എല്ലാ കാവുകളിലും തെയ്യം കെട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നെ കൊണ്ട് എത്രമാത്രം വെള്ളിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? അങ്ങനെയുള്ളതായ ശക്തന്മാരുടെ മുമ്പിലേക്ക് നീ യുദ്ധം ചെയ്യാൻ പോകുമ്പോ, പ്രബലന്മാരോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോ തന്നെത്താൻ ഓർക്കണം. അത് ഒരു പ്രത്യേക അനുഭവവും എന്നുവെച്ചാൽ വിശേഷപ്പെട്ട ഒരു തെയ്യമാണ് നമ്മുടെ വണ്ണാന്മാരെ കൂട്ടത്തിൽ. അത് അധികമാരും ചെയ്യാത്തൊരു വിഷയം കൂടെയാണ് കൂത്ത്. പുരാണ ഇതിഹാസങ്ങളെ കുറച്ച് നന്നായിട്ട് എല്ലാ വശങ്ങളെ കുറിച്ചിട്ടും പഠിച്ചിരിക്കണം ഈ കൂത്ത് കെട്ടുന്നത്. അപ്പോൾ എനിക്ക് കൂത്ത് കെട്ടാനുള്ള അനുഭവം ഉണ്ടായി തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ആദ്യകാലത്ത് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അച്ഛനാണ് ഈ കൂത്ത് പറഞ്ഞുകൊണ്ടുണ്ടായിനി. അച്ഛൻ കൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 കഥകൾ അച്ഛൻ എഴുതി വെച്ചിട്ടുള്ള പുസ്തകം വീട്ടിലുണ്ടായിനി. അച്ഛന് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിൽ തൃക്കരിപ്പൂര് ചന്തേര മുച്ചിലോട്ട് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൂത്ത് കെട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ കണ്ണൻ കറോണത്തി എന്ന് പറയുന്ന അടുത്ത അവകാശമായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ മരുവാനും കൂടിയാണ്, അച്ഛൻ്റെ മരുവാനും കൂടിയാണ് അദ്ദേഹം പറഞ്ഞു മറ്റൊരാളില്ല, അച്ഛന് കഴിയാതെയായി
മറ്റേ കാനായിയെ കുഞ്ഞിരാമട്ടം മരിച്ചു, ഇവരെല്ലാം ആരും കൂത്ത് കെട്ടാൻ വേണ്ടി ഇപ്പം ഇല്ല. അതുകൊണ്ട് ഇത് ഈ ഒരു അടിയന്തരം പെരുങ്കളിയായിട്ടായിട്ട് നടക്കുന്ന സമയത്ത് ഈ ഒരു അടിയന്തരം അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കളിയാട്ടം മുടങ്ങി എന്നുള്ള രീതിയിലേക്ക് എത്താൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നിനക്ക് പറ്റാവുന്ന രീതിയിൽ നീ അത് ചെയ്തേ പറ്റൂ എന്നുള്ള നിർദ്ദേശം അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, പുസ്തകം ആടിയുണ്ട് കേട്ടാ, പക്ഷെ ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നാലും അത് ആ രൂപത്തിൽ എനിക്ക് പഠിച്ചെടുത്താലും ചില സമയത്ത് അടിയെത്തിയിട്ട് പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരും. പക്ഷെ അടിയന്തരം മുടങ്ങാതെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അടിയന്തരം മുടങ്ങാതെ ആ സഭയിൽ വെച്ചിട്ട് എനിക്ക് ആകും പോലെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റിട്ട് അടയാളം വാങ്ങിയിട്ടാണ്. അതിന് പൈസ പോലും ഞാൻ പറഞ്ഞിട്ടില്ല അന്ന്. ഇത് പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ, അതിനുശേഷം നിങ്ങൾ എന്താ തരുന്നത് ആ രൂപത്തിൽ എന്നുവെച്ചാൽ എനിക്ക് ഒരു നിങ്ങളെടുക്കുന്ന കോള് പറഞ്ഞ് വാങ്ങിക്കുന്ന സമയത്ത് എത്ര കണ്ട് അത് വിജയിപ്പിക്കണം എന്നുള്ളതും കൂടെ നിങ്ങൾ പറയില്ലേ. അപ്പൊ അത് വിജയിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടെങ്കിൽ എന്താ കോള് നിങ്ങൾ തരുന്നു വാങ്ങുന്നതല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ തരുന്നത് അത് വാങ്ങിയിട്ട് ഞാൻ പോകും. ഈ ഒരു അടിയന്തരം മുടങ്ങാതെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ ആ വർഷം മുതൽ ഈ ഞാൻ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഈ വർഷം വരെ ഒരു കൊല്ലും മുടങ്ങാതെ 2-3 കൂത്തില്ലാതെ ഒരു കാലവും ഉണ്ടായിട്ടില്ല. എനിക്ക് മുടക്കമില്ലാതെയാണ് ഇത് തുടർന്നു കൊണ്ടുപോകുന്നത്. കൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ലേശം കൂടെ അതിന്റെ എന്നുവെച്ചാൽ എല്ലാവർക്കും തോന്നും ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ അടുത്ത് എത്തിയാലും അത്രേ എന്നുവെച്ചാൽ അണ്ടിയോടെ എത്തിയാലും മാങ്ങേരെ പുളിയറിയില്ലെന്ന് പറഞ്ഞാൽ എത്ര മാത്രം ഇതിനെക്കുറിച്ചൊരു ഗാഠമായിട്ടുള്ള പിന്നെ അറിവും എന്നുവെച്ചാൽ ഇതിന് തെറ്റിപ്പോയാൽ ഒരു വരി തെറ്റിപ്പോയാൽ അതിനപ്പുറത്തേക്ക് പറഞ്ഞുതരാൻ മറ്റൊരാൾക്ക് ആവൂല. എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് കഥകളെ കുറിച്ച് മനസ്സിലാക്കാത്ത ഒരാൾക്ക് വരി പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. ശ്ലോകം ചൊല്ലിയിട്ട് അന്വയൊന്നും വേണ്ടെങ്കിൽ പോലും അതിന്റെ സാരാംശം പറഞ്ഞിട്ട് ആണ് കൂത്ത് നമ്മളെ വണ്ണാങ്കൂത്ത് ചെയ്യല്. ആ സാരാംശം പറയണമെങ്കിൽ അതിന്റെ ശ്ലോകം അറിയണം. ശ്ലോകത്തിൽ ഏതെങ്കിലും ഒരു വരി തെറ്റിപ്പോയാൽ പിന്നെ അതിനപ്പുറത്തേക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് വരാതെ രൂപത്തിൽ അത്രമാത്രം ഗാഠമായി മനസ്സിലാക്കിയിട്ട് മനസ്സിൽ കുടിയിരുത്തിട്ട് വേണം ഈ കൂത്ത് കെട്ടാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ. ഇതിപ്പോൾ മറ്റൊരാൾ പിന്നെ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ്, മറ്റൊരാൾ ഇതിന് മെനക്കെടാത്തത് അതുകൊണ്ട് അതിന് കുറച്ച് വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പഠിക്കാൻ ആരും തയ്യാറാവും ചെയ്യില്ല. തെയ്യത്തിന്റെ കാര്യം തന്നെ ഇപ്പോൾ പഠിക്കാനാണല്ലോ. മുമ്മസ്ഥാനം വേണ്ട, അതിന്റെ വരവിളി വേണ്ട, അതിന്റെ തോറ്റം വേണ്ട, കെട്ടി മറിയും ഇങ്ങനെ തലകുത്തി മറിയാൻ വേണ്ടി പറഞ്ഞാൽ അല്ലെങ്കിൽ കരും തെയ്യം കെട്ടിയ ചെമ്മരത്തിത്തറ അപ്പുറത്തേക്ക് കടന്നുകൊള്ളാനും ഇപ്പോൾ ആളുണ്ടാവും. പക്ഷേ ഈ രംഗത്തേക്ക് വരാനോ പഠിക്കാനോ താല്പര്യപ്പെടുന്നുള്ളൂ വളരെ ദുർലഭമാണ്. ഇത് ചെയ്യുന്നവർ ഇന്ന് ദുർലഭമാണ്. ഒരാളുണ്ടായിന് അയാൾക്കിപ്പം സുഖമില്ലാതെ കിടപ്പിലാണ്. അത് എനിക്ക് ഞാൻ ചെയ്തതിന് ശേഷം വന്ന ഒരാളാണ് ദാസ് കോറത്തെ. അയാളിപ്പം പിന്നെ സംസാരിക്കാൻ പറ്റാതെ പിന്നെ ഒരു ഭാഗം തളർന്നിട്ട് കിടക്കുകയാണ്. മാത്രമല്ല അയാളൊരു ഏട്ടനുണ്ടായിന് കാനായി ബാലം തോണിക്കെന്ന് പറഞ്ഞു. അയാളെ ഏട്ടൻ കുഞ്ഞിരാമേട്ടൻ മരിച്ചതിന് ശേഷം അയാളും ഈ കാര്യങ്ങൾ ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും ഞാൻ ചെയ്യില്ല എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് ഈ കൂത്ത് കെട്ടാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കൂത്ത് രംഗത്ത് അത് എന്ന് വെച്ചാൽ ഞാൻ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. അതെന്ന് വെച്ചാൽ പൂർവ്വപുണ്യം പോലെ എന്ന് വെച്ചാൽ എൻ്റെ പൂർവികന്മാരെ അനുഗ്രഹം അല്ലെങ്കിൽ പൂർവ്വപുണ്യം പോലെ കാണുന്നു ഞാനത്. ആ ഒരു പിന്നെ അടിയന്തരം നടത്താൻ വേണ്ടിയിട്ട് അത് നമ്മുടെ സമുദായത്തിൽ കുറച്ചും കൂടെ ഒരു ഉന്നത സ്ഥാനത്ത് കൂത്ത് കെട്ടുന്ന ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബഹുമതിയും കാര്യങ്ങളും കൂത്തൻ പെരുണാൻ വന്നിട്ടുണ്ട് അല്ലേ. അന്ന് പണ്ടത്തെ കാലത്ത് അങ്ങനെ പറയില്ല. കൂത്തൻ പെരുണാൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സമുദായത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളാണെന്നില്ല ഒരു കാഴ്ചപ്പാടും കൂടെ ഉണ്ട് അന്നത്തെ കാലത്ത്. ഇന്നിപ്പം കൂത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ എന്നാലും മോശമല്ലാത്ത രൂപത്തിലല്ലേ ആ ഒരു രീതി കാണുന്നുണ്ട്. കൂത്ത് പറയണമെങ്കിൽ കുറച്ച് കഴിവില്ലാതെ ആൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്നില്ലേ ആ ഒരു രീതി. ഇതിപ്പോൾ അഹങ്കാരം കൊണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളെ കൊണ്ടോ ഞാൻ അഹങ്കരിച്ച് പറയുന്നതല്ല. അപ്പം അത് എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ള കഴിവും പിന്നെ ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് കഥകൾ ഇപ്പം ഞാൻ പുതുതായിട്ട് കണ്ടെത്തിയിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം ചെയ്യുന്നതിനെ പിന്നെ ശൂർപ്പണഖ പ്രലാപം, സീത അപകരണം തുടങ്ങിയിട്ടുള്ള കഥകളെല്ലാം അതിനുശേഷം അച്ഛൻ പറയാത്ത കഥയാണ്. അതെല്ലാം ഞാൻ കണ്ടെത്തിയിട്ട് പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം കണ്ടെത്തിയിട്ട് പിന്നെ പറയാൻ തുടങ്ങിയതാണ്. ഇപ്പം മാരീചവാക്യം എന്ന് പറഞ്ഞിട്ടുള്ള കഥയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ആണ് ഈ വർഷം പിന്നെ പരമ്പത്തറയക്കാരെല്ലാം പറഞ്ഞിട്ടുള്ളത് ആ കഥയാണ്. അപ്പോൾ അതിൻ്റെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ശ്ലോകം ചൊല്ലുന്ന പറഞ്ഞാൽ മുമ്പ് പിന്നെ എനിക്ക് ഒരു പണിക്കർച്ചന് കിട്ടിയിട്ടില്ല പിന്നെ ശ്ലോകവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പ് എനിക്ക് ശൂർപ്പണഖ പ്രലാപത്തിനെ കുറിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇടയ്ക്ക് ചേർത്തിട്ട് പറയല് മാത്രമേ. അക്രാന്തകമ്പിത സമം പതിത പ്രസക്താനുസ്മൃത പ്രസക്ത തേച്ചും അത് പെട്ടെന്ന് പിന്നെ തെയ്യം കെട്ടിട്ട് കിട്ടും പോലെ കിട്ടുന്നില്ല. അതിന്റെ വരികൾ ഒന്ന് നോക്കിയാൽ മനസ്സിൽ മാത്രമേ കിട്ടൂലൂ. അതിപ്പം ചെയ്യാത്തത് കുറച്ച് കാലമായി, അതുകൊണ്ടാണ് തടസ്സം വന്നത്. പിന്നെ
ഇപ്പം മരീചവാക്യത്തിലെ പിന്നെ കാര്യങ്ങളാണ് പോയി പിന്നെ പറയേണ്ടത്. ഭോഗവല്ലൻ പറവതിനിഹ ഞാൻ പെട്ട പാടിന്നെനിക്ക് പെൺചങ്ങാതിക്ക് പാർക്കും പൊഴുതിലൊരുടയോർ പാലിലില്ലെന്നു വന്നു. ഡംബം കാട്ടി ഭവാനോ ദശമുഖമണി സിംഹാസനെ ചേർന്നു മീശക്കൊമ്പും മെല്ലെ തിരത്തി പ്രഭുജളൻ അറിയുന്നീലോരോരോ വിശേഷൻ. കൂത്തെന്ന് പറയുമ്പം പെരുങ്കളിയാട്ടത്തിന് ഏറ്റവും കൂടുതൽ കൂത്ത് പിന്നെ പെരുങ്കളിയാട്ടത്തിന്റെ ആ ഒരു കളിയാട്ട അവസാന ഭാഗത്തേക്ക് അവസാനത്തിന്റെ തലേദിവസമാണ് ഈ കൂത്ത് ഉണ്ടാവുക. അപ്പോ ശിവൻ തന്റെ മകളുടെ ദേവീക്ഷേത്രങ്ങളാണ് മിക്കവാറും ഈ കൂത്തുണ്ടാവല്. മകളുടെ ഈ കാൽകളിയാട്ടം കാണാൻ വേണ്ടിയിട്ട് തന്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് വരുന്ന ആ ഒരു സങ്കല്പം ശിവ യോഗി വേഷം ധരിച്ചിട്ട് വരുന്ന ഒരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂത്ത് പിന്നെ അവതരിപ്പിക്കൽ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതിനെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ എൻ്റെ പിന്നെ അറിവില്ലവരൊന്നും പറഞ്ഞു തന്നിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം അങ്ങനെയാണ്. അപ്പം കൂടെയുള്ള പെൺകൂത്തിന് പാർവതീ സങ്കല്പത്തിലായിട്ടും ഭൂതഗണങ്ങളാണ് ഈ ചങ്ങനും പൊങ്ങനുമായിട്ട് വരുന്നതെന്നാണ് നമ്മ സങ്കല്പിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് അവർക്ക് വേണ്ടുന്ന മൂർച്ച കർമ്മങ്ങൾ എന്ന് വെച്ചാൽ അട 2 കൊടികൾ വെച്ചിട്ട് അതിൽ പിന്നെ അരിയും തേങ്ങയും വെറ്റിലടക്കയും എല്ലാം ഈ ഭൂതഗണങ്ങൾക്ക് വേണ്ടുന്ന പഴങ്ങളെല്ലാം എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. അത് ഈ കളിയാട്ട പിന്നെ സമാപനത്തോടുകൂടി ഇത് കണ്ട് സന്തോഷിച്ചിട്ട് ഈ കളിയാട്ടത്തിന് അനുഗ്രഹം കൊടുത്ത് പോകുന്നതിന്റെ സങ്കല്പം കൂടിയാണ് ഈ കൂത്ത്. എന്ന് വെച്ചാൽ അതിന്റെ പിന്നെ പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതും കൂടെ ഈ കൂത്തിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഈ കളിയാട്ടത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നും കൂടെ ഈ കൂത്തിനോടനുബന്ധിച്ച് പറയാനാണ്. അതാണ് ഇതിന്റെ പിന്നെ കാര്യങ്ങൾ. മുത്തപ്പൻ പിന്നെ കണ്ടോത്തും തന്നെയാണ് ഞാൻ മുത്തപ്പൻ ആദ്യമായിട്ട് കെട്ടിയിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ നിന്നാണ്. മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ഏറ്റവും കൂടുതൽ തെയ്യം ഉള്ളതും മുത്തപ്പൻ തെയ്യത്തിനെ കുറിച്ചാണ്. മുത്തപ്പൻ തെയ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്നിപ്പം പലരും പല രൂപത്തിലാണ് കാണുന്നത് എങ്കിൽ പോലും ഞാനെല്ലാം ആചരിച്ചു വരുന്ന അതിന്റെ കൃത്യനിഷ്ഠയോടും അതിന്റെ അന്ന് എന്റെ അച്ഛൻ ഉപദേശിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെയാണ് ഇന്നും ചെയ്തു വരുന്നത്. അതിന്റെ പിന്നെ എന്നാന്ന് പറയേണ്ടത് അതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ വിഷമം കാണാൻ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട്. തലേന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് വെള്ളാട്ടം കഴിയുന്നത് വരെ മറ്റ് അരിയാഹാരങ്ങളൊന്നും കഴിക്കാതെ കൃത്യനിഷ്ഠയോടെ കൂടി ചെയ്യേണ്ട ഒരു അടിയന്തരമാണ് മുത്തപ്പൻ. എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുമാത്രം ആ രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മുത്തപ്പന്റെ മുടിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ മുടി കൊടുമുടി എന്നാണ് അതിന്റെ പേര് തന്നെ. കൊടുമുടി അത് പിന്നെ അതിന്റെ അറ്റം കാണാൻ വേണ്ടി പറ്റില്ല. കാണാൻ ചെറുതാണെങ്കിലും അതിന്റെ അറ്റം കാണാൻ പറ്റില്ല എന്നില്ലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെയ്യക്കാരൻ തന്നെ വേണം ഈ കൊടുമുടി എടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മളെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പലരും മറ്റൊരാൾ എടുത്ത് വെക്കുന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോയിലെല്ലാം കാണുന്നുണ്ട് മറ്റൊരാൾ എടുത്ത് വെക്കുന്നത്. ഒരിക്കലും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കൊടുമുടി മറ്റൊരാൾ എടുത്തു വെക്കാൻ വേണ്ടി പാടില്ല. അത് തെയ്യക്കാരന് മാത്രമേ അതിന്റെ അധികാരമുള്ളൂ. അത് മാത്രമല്ല ഊരി വെക്കുന്നതും തെയ്യക്കാരൻ തന്നെ ആയിരിക്കണം. അത് മാത്രമല്ല വെറും കൈ കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഞേറ്റി പിടിച്ചിട്ട് സഞ്ചി കയറ്റും പോലൊന്നും കൊടുമുടി ഞേറ്റാൻ വേണ്ടി പാടില്ല. അത്ര എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ വളരെ ഭവ്യതയോടെ കൂടി വേണം കൊടുമുടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്നെല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതുമാതിരിയേ ഞാൻ ഇപ്പോഴും ചെയ്യുന്നില്ലൂ. അത്രമാത്രം. അതുമാത്രം കൊടുമുടിയുടെ ഭാരം, അതിന്റെ ഭാരം നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടി പറ്റില്ല. അതിപ്പം കുറച്ച് ഒരു 30 പുല്ലും 3 തുമ്പക്കെഴുത്തെന്ന് പറഞ്ഞിട്ട് ഈശ്വരന്റെ പണിപ്പാടിലുണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നെ ഭാരം എത്രയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കൂടുതൽ ഇങ്ങനെ കണ്ടമാനൊന്നും തല നിർത്തി പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും, കഴുത്തിന് വേദന വരും. അതെല്ലാം അതെല്ലാം താങ്ങുന്നത് ഈശ്വരനാണെന്നില്ല സങ്കല്പത്തിലാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തു വരുന്നത്. അതിന്റെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. ആദ്യമായിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ കണ്ടോത്ത് നാട്ടിൽ നിന്ന് എന്റെ അച്ഛന്റെ നാട്ടിൽ നിന്നാണ് കിട്ടി. അപ്പൊ അത് പിന്നെ കെട്ടാൻ കാരണം തന്നെ ഒരു മക്കളില്ലാതെ പെണ്ണുങ്ങളെ പ്രാർത്ഥിച്ചിട്ടാണ്. അതിന്റെ കാരണം
അത് ആ പെണ്ണുങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു തെയ്യം കതിനൂര് വീരൻ ഉണ്ടായിന്. എന്റെ വല്യച്ഛന്റെ മോനാണ് ആ തെയ്യം കഴിച്ചിന്. അപ്പൊ അന്ന് തുടങ്ങിത്തോട്ടം ഞാനാ കെട്ടിന്. ആ തിടങ്ങിത്തോറ്റം കെട്ടിയപ്പോ പിന്നെ വയസ്സായ പ്രായമുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു, ആ തോറ്റം എന്റെ വീട്ടിലേക്ക് വരണം, തിടങ്ങിത്തോറ്റം വീട്ടിലേക്ക് കയറ്റണം, തറവാട്ടിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ആടെ നോറ്റിക്കുന്നവരും ബാക്കിയുള്ളവരും പറഞ്ഞു ഇന്നത്തെ തോറ്റം വീടുകളിലേക്ക് പോകില്ല. അത് മാത്രമല്ല വലിയ തോറ്റായാലും വീടുകളിലേക്ക് കഴിപ്പിക്കുന്ന ആളെ വീട്ടിലേക്ക് പോകില്ലെന്നല്ലേ പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ചെറിയതാണെന്ന് നേരത്ത്. അപ്പോൾ അത്രമാത്രം അധ്വാനിക്കും നേരത്ത്. അങ്ങനെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് പെണ്ണുങ്ങളെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓനെ കൊണ്ട് ഞാൻ ഇവിടെ ഒരു തെയ്യം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഒരു 17-ാമത്തെ വയസ്സിൽ അതുതന്നെ ഒരു വീരം കിട്ടും. കണ്ടെത്തുന്നു അച്ഛൻ്റെ നാട്ടിൽ നിന്ന്. അതിനുശേഷം പിന്നെ ചില ക്ഷേത്രങ്ങളിലെല്ലാം പിന്നെ പള്ളിയറകളിൽ ഞങ്ങൾ തെയ്യം കെട്ടിട്ടുണ്ട്. വലിയ വിപുലമായിട്ടുള്ള പള്ളിയറകളിലൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് തെയ്യം കെട്ടിയതായിട്ട് ഇതില്ല. കാരണം തെയ്യം ഞാൻ കെട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത്ര എണ്ണമെന്ന് ഞാൻ ഓർമ്മിച്ചിട്ടൊന്നുമില്ല. ഒന്ന് തെയ്യത്താമളപ്പിൽ, പിന്നെ കവുവായി, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാം, പിന്നെ തെക്കാണ്ടത്തിൽ അവരെ കരിക്കിക്കാരണവൻ്റെ കന്യരാശിക്കെല്ലാം ഞാൻ കതുവന ഒരു വീരം കെട്ടിയിട്ടുണ്ട്. പിന്നെ നാടൻ പ്രദേശങ്ങളിൽ പിന്നെ കണ്ടോ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ തെയ്യം കതുവന ഒരു വീരം ഞാൻ കെട്ടിയിട്ടില്ല. വീടുകളിൽ അവസാന നിമിഷം പിന്നെ കെട്ടിന് ഒരു എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഭാസ്കർ എന്ന് പറഞ്ഞതിൻ്റെ വീട്ടിലാണ് കതുവന ഒരു വീരൻ പിന്നെ ആടെ കെട്ടി. പിന്നെ രണ്ടാമത് തെയ്യത്താമ്പളപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം ഞാൻ തെയ്യം കെട്ടിയിട്ടില്ല. തെയ്യത്താമ്പളപ്പിലാണ് ലാസ്റ്റ് ഞാൻ ക്ഷേത്രത്തിലാണ് ഞാൻ തെയ്യം ആദ്യം അവസാനം കതുവിന് ഒരു വീരൻ കെട്ടിയിട്ട് അവസാനിപ്പിക്കുക. അതുപോലെ പെരുമ്പുഴയച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു അതേ അമിതാധ്വാനമുള്ളൊരു തെയ്യാന്ന് പെരുമ്പുഴയച്ചൻ. ആ തെയ്യം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് പെരുമ്പക്കടവിന് ഇപ്പുറം ആരും കെട്ടിയിട്ടില്ല അന്ന്. അതിനുശേഷം എൻ്റെ 2 ശിഷ്യന്മാരിപ്പം സുരേഷും എൻ്റെ വിജു എല്ലാം കെട്ടിയിട്ടുണ്ട് പെരുമ്പഴച്ചൻ തെയ്യം. എൻ്റെ മോനിപ്പം കെട്ടുന്നുണ്ട്. ഞാൻ ആ കെട്ടുന്ന ആ ഒരു പിന്നെ കാലഘട്ടത്തിൽ പെരുമ്പഴച്ചൻ തെയ്യം ഇപ്പുറം ഒരാളും ആ തെയ്യം കെട്ടിയിട്ടില്ല. പിന്നെ ആടുന്ന് പെരുമ്പക്കടവിന് അപ്പുറമില്ലവർ മാത്രമേ ആ തെയ്യം. ഇപ്പോഴും പെരുമ്പഴേശൻ തെയ്യത്തിന് ആളില്ലാത്തൊരവസ്ഥയാണുള്ളത്. എൻ്റെ മോനാണ് ഇപ്പം കൂടുതലായിട്ട് ഞാൻ കെട്ടുന്ന ക്ഷേത്രങ്ങളിലെല്ലാം കെട്ടിയിട്ട് വരുന്നത് എൻ്റെ മോനാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് 2 ആളുണ്ട്, ബാബുണ്ട്, രാജേഷുണ്ട്. അവരെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും കനും തെയ്യം. പിന്നെ അങ്ങ് രതീശൻ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരാളുണ്ട്. അങ്ങനെയുള്ളവരല്ലാണ്ട് ഈ തെയ്യത്തിനെ കൂടുതലായിട്ട് ആരും കെട്ടിയവരില്ല. പെരുമ്പുഴയച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത തെയ്യാണ്. അത് കതുവനൂര് വീരന്റെ തോറ്റം കണ്ടാൽ ഏകദേശം കതുവനൂര് വീരന്റെ അണിയറിയുന്ന പോകുമ്പോഴെല്ലാം കതുവനൂര് വീരന്റെ തോറ്റം പോകുമ്പോഴെല്ലാം പോകേണ്ടത്. പക്ഷേ കതുവനൂര് വീരന് താരി കൊണ്ടും പെരുമ്പുഴയച്ചൻ തെയ്യത്തിന് പൊന്തി കൊണ്ടുമാണ് വാൾപ്പയറ്റുണ്ടാവുക. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ 3 തോറ്റ് ഒരു ദിവസം കഴിക്കണം. അതോടനുബന്ധിച്ചിട്ട് പിന്നെ ഈ കതുവനൂര് വീരന്റെ മുടി പോലെയല്ല എങ്കിൽ പോലും മറ്റൊരു വൃത്താകാരത്തിൽ ദീർഘവൃത്താകൃതിയിലൊരു മുടിയും, പിന്നെ പൊയ്ക്കണ്ണ്, പിന്നെ പൂക്കുല നിണഞ്ഞിട്ട് മുമ്പിൽ നിന്ന് നോക്കിയാൽ തൊണ്ടച്ചൻ തെയ്യത്തിന്റെ ഒരു ഭാഗം കാണും. പിന്നിൽ നിന്ന് നോക്കിയാൽ ഒരു പ്രത്യേകതരം ജടാധാരിയായിട്ടുള്ളൊരു രൂപം കാണും. ഇങ്ങനെയുള്ളതാണ് ആ തെയ്യത്തിന്റെ സമ്പ്രദായം. പൊയ്ക്കണ്ണ് കെട്ടിയിട്ട് വേണം വരവ് വരണമെങ്കിൽ. അതിനൊന്നും തെയ്യം വലം വെക്കും പോലെ, വടക്കൻ ഭാഗത്തിന് വലം വെക്കും പോലെ ഈ പൊയ്ക്കണ്ണ് കെട്ടിയിട്ട് വേണം ഈ തെയ്യം വലം വെക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ബാക്കി ആടന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചടങ്ങേ മാറി. പിന്നെ പന്തത്തോട് കൂടിയിട്ടുള്ള പിന്നെ പള്ളിയറ ചോന്നിട്ടിലെ പിന്നെ ചടങ്ങ്. അത് കഴിഞ്ഞിട്ടാവും കോയിനെ ഒറ്റക്ക് പൊട്ടിക്കണം. ചവിട്ടി പൊട്ടിക്കലാണ്. ചവിട്ടി പൊട്ടിച്ചിട്ട് പിന്നീട് പുഴക്ക് പോകണം. പുഴക്ക് പോയിട്ട് ആടെ പോയിട്ട് കർമ്മങ്ങൾ ചെയ്യണം. ആടുന്ന് രണ്ടാമത് വന്നിട്ട് ആദ്യം പൊയ്ക്കണ്ണ് കഴിച്ചിട്ട് ആദ്യം വരവ് വന്നിട്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം പിന്നീട് ചെയ്യാനുണ്ട്. പിന്നെ കതിരൂർ തെയ്യത്തിന് പടയിൽ വേണം. പെരുമ്പഴച്ചൻ തെയ്യത്തിന് പെരിയ പിഴച്ച് പായലാണ്. അത് ദിക്കും ദേശമില്ലാതെ ഇന്ന ഭാഗത്തേക്കൊന്നില്ലാതെ പായലാണ് ആ തെയ്യത്തിന്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും തെയ്യം പെരുമ്പഴച്ചൻ തെയ്യത്തിന് പിന്നീടും ചടങ്ങ് ബാക്കിയുണ്ടാവില്ല. അത്രമാത്രം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു റെസ്റ്റ് പോലും കിട്ടാത്ത തെയ്യമാണ് പെരുമ്പഴച്ചൻ തെയ്യം. അതുകൊണ്ട് തന്നെ ഈ തെയ്യം കെട്ടാൻ കൂടുതൽ ആരും മെനക്കെടാറില്ല. തെയ്യത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് തെയ്യത്തിന് രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള അനുഭവങ്ങൾ. തെയ്യം എന്ന് പറഞ്ഞാൽ പല വിഭാഗം എന്ന് വെച്ചാൽ വാദ്യം, ഗീതം, നടനെന്നെല്ലാം പറയും പോലെയുള്ള കാര്യങ്ങൾ. ആദ്യം അതിൻ്റെ തെയ്യത്തിന്റെ കാലും കലാശം മനസ്സിലാക്കണം, അതിന് കൊട്ടാൻ പഠിക്കണം, അതിന്റെ ആടയാഭരണങ്ങൾ നിർമ്മിക്കാൻ പഠിക്കണം, മുഖത്തെഴുത്തറിയണം, ഓല പണി അറിയണം. അതിന്റെ വിവിധ ഭാഗങ്ങൾ
അറിഞ്ഞിരിക്കണം ഒരു തെയ്യക്കാരന്. മറ്റ് കഥകളിക്ക് പിന്നെ മുഖത്തെഴുതുന്നത് പിന്നെ പിന്നെ സ്വയം തന്നെ ചെയ്യുന്നവരുണ്ട്, ചിലവർ ചുട്ടിയെല്ലാം മറ്റൊരാൾ വെച്ചു കൊടുക്കുന്നവരുണ്ട്. നമുക്ക് പിന്നെ തെയ്യത്തിനെന്ന് പറഞ്ഞാൽ പിന്നെ കഥകളിക്കാരന് കഥകളി ആടൽ മാത്രമേ ഉള്ളൂ. പാടൽ വേറൊരാളാണ്, കൊട്ടൽ വേറൊരാളാണ്. പിന്നെ അതുപോലെ ചെയ്യേണ്ടത് കലാകാരനും ചെയ്യേണ്ട ആ കലാധർമ്മത്തിനനുസരിച്ച് അയാൾ ചെയ്യേണ്ടത് മാത്രമല്ല. നമുക്കതല്ല, തെയ്യത്തിന് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും കൃത്യമായ ധാരണയും ബോധവും ഇല്ല ഒരാൾക്ക് മാത്രമേ തെയ്യത്തിൻ്റെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു ഭാഗം മാത്രം തെയ്യം കെട്ടാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ. അതിൻ്റെ കാലങ്കലാശത്തിനെ കുറിച്ച് മനസ്സിലാക്കണം, വാദ്യം എടുക്കാൻ പഠിക്കണം, അതിൻ്റെ ആടയാഭരണങ്ങളെ കുറിച്ചിട്ട് കൃത്യമായ പിന്നെ ധാരണയുണ്ടായിരിക്കണം. ഇന്ന കെട്ട് ഇന്ന സ്ഥലത്ത് വരണം എന്നല്ല കണക്കുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും, പിന്നെ മറ്റു പണികളെ പോലെയല്ല തെയ്യം, പണിയല്ല ഇത്. അപ്പോൾ ഒരു അണിയറിലെത്തിക്കഴിഞ്ഞാൽ പലവിധ ആൾക്കാരെയും ബന്ധപ്പെടാനും ഒരു കൂട്ടായ്മയോട് അത് ഇത്ര സമയം കൊണ്ട് പണി തീർക്കണം. ഒരു പെയിൻറ്റിങ്ങിനോ അല്ലെങ്കിൽ തേപ്പിനോ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ പണിയെടുത്ത് വീട്ടിലേക്ക് പോകുന്ന സ്വഭാവമല്ല. തെയ്യത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ മുതൽ പോകുന്നത്, രാവിലെ മുതൽ പിറ്റേന്ന് തെയ്യം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നവരെ ഈ തെയ്യക്കാരന് എന്നാ പറയേണ്ട ഒരു കൂട്ടായ്മയിലുള്ള പ്രവർത്തനം. അതേപോലെ പെരുമ്പുഴ അച്ഛൻ പിന്നെ അവിടെ ചിറ്റാരിക്കോവിൽ പെരുമ്പുഴ അച്ഛൻ കോട്ടത്താണ് അവസാനമായിട്ട് പെരുമ്പുഴ അച്ഛൻ കെട്ടിയത്. അതേമാതിരി തന്നെ തെയ്യായിട്ട് പിന്നീട് കെട്ടിയത് തൊണ്ടച്ചൻ തെയ്യാണ്. അത് കണ്ടോത്ത് വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ കോക്കാനിൽ തറവാട്ടിലാണ് ഞാൻ തൊണ്ടച്ചൻ തെയ്യം കെട്ടിയിട്ട് ഉള്ളത്. പിന്നെ ഇപ്പം മുത്തപ്പൻ, അത്യാവശ്യം മുത്തപ്പൻ കെട്ടും, പിന്നീട് കൂത്തും. ഈ 2 തെയ്യങ്ങളാണ് ഞാൻ പിന്നെ ഇപ്പം ചെയ്യുന്ന കാര്യം. തെയ്യത്തിൻ്റെ ഇതിലേക്ക് കൂടുതൽ ചെറുപ്പക്കാർ വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ അടിമത്ത സ്വഭാവമാണ്. അടിമത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ വെണ്ണാൻ തന്നെയാണ്. എത്ര രാഷ്ട്രീയത്തിൽ കളിക്കുന്ന ആളായാലും, ജാതി രാഷ്ട്രീയം ഇല്ലാത്തൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയമായാലും അതിൽ പ്രവർത്തിക്കുന്ന ആളായി കഴിഞ്ഞാലും ക്ഷേത്രത്തിൽ തെയ്യം കെട്ടാൻ എത്തിക്കഴിഞ്ഞാൽ അയാൾ വണ്ണാൻ തന്നെ, മലയാൻ തന്നെ. ആ ഒരു അടിമത്ത ഭാവം എന്ത് തന്നെ ആയാലും അനുഭവിച്ചേ പറ്റൂ തെയ്യക്കാരൻ. അപ്പോൾ കോളിന് പറയുമ്പോൾ നമ്മൾ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട വേറെ ഏത് തൊഴിലിന് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ നമ്മളടക്കം പോയിട്ടുണ്ടെങ്കിൽ പോലും ക്ഷേത്രത്തിലെത്തിയിട്ട് കോള് പറയുന്ന സമയത്ത് അത്രയെല്ലാം വേണടോ എന്ന് ചോദിക്കും. എന്ത് തന്നെയായാലും അത്രയെല്ലാം വേണം അതിനെല്ലാം. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഉറക്കൊഴിഞ്ഞിട്ട് രാവ് പകല് ശരിക്ക് കൃത്യത്തിന് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റൂല, കൃത്യസമയത്ത് ചായ കിട്ടൂല, കൃത്യസമയത്ത് വേണ്ടുന്ന സാധനങ്ങളൊന്നും കിട്ടൂല. അങ്ങനെ ഉറക്കൊഴിഞ്ഞ് കഠിന വ്രതത്തോട് കൂടിയിട്ട് തെയ്യക്കാരൻ്റെ ഒപ്പരം തന്നെ തെയ്യം സഹായികളും കൂടെ ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയാണ് ഈ തെയ്യൻ്റെ രംഗത്ത് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനേലും വരുന്നത് ചോദിക്കുമായിരിക്കും. പക്ഷേ ഇതിലൊരു ആത്മസംതൃപ്തിയുണ്ട്. മറ്റ് ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ, ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മ. ഇന്നിപ്പം പിന്നെ നമ്മൾ പയ്യന്നൂരാണെന്നുള്ളതെങ്കിൽ നാളെ പോകേണ്ടി വരില്ല കണ്ണൂരായിരിക്കും. കണ്ണൂരെത്തുന്ന സമയത്ത് ആടെ നമ്മൾ ഇതുവരെ കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ കാണാനും ബന്ധപ്പെടാനും പരിചയപ്പെടാനും അവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടാവാനും അതൊരു വ്യത്യസ്ത അനുഭവമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ വന്നിട്ട് തെയ്യം കെട്ടാൻ വേണ്ടി വന്നിട്ട് ഇതിൽ ഇടപെട്ട ഒരു വ്യക്തി ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മടിക്കും. മറ്റൊരു പണിക്കും ഇത്രയേറെ സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യില്ല. ഞാനിപ്പോൾ ഒരു തെയ്യക്കാരനാണെങ്കിൽ എൻ്റെ കൂടെ വരുന്നവരോട് നീ അതെടുക്കടോ എന്ന് ശാസനാരൂപത്തിൽ പറയില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തേക്ക് നീ പണിയെടുക്കണം, അങ്ങനെ ഒരു ശാസനാരൂപത്തിലുള്ള പണിയൊന്നും ഇല്ലില്ല. നമ്മൾ ഒരാളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പണി അയാളെ ഇഷ്ടത്തിനനുസരിച്ച് തെയ്യം കീയുന്നതിന് മുമ്പായിട്ടുള്ള സമയത്തിന് അനുസരിച്ചിട്ട് അവർക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ അതെടുത്ത് തീർത്തിട്ട് വെച്ചാൽ മതി. തെയ്യം കീയാനാകുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് തെയ്യത്തിന് വെച്ച് കെട്ടിട്ട് വളരെ ഭംഗിയായിട്ട് മൊത്തം എഴുതി വെച്ച് കെട്ടി കാര്യങ്ങൾ ചെയ്തിട്ട് പുറത്തേക്ക് വിടണം. ഇതാണ് പിന്നെ എന്താ പറയേണ്ടത്, നമ്മളെ ഉപജീവന മാർഗമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം. തെയ്യം കലയല്ല, തെയ്യം കോലധാരി ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കോലധാരിയാണ്, കലാകാരനായിട്ട് ഞാൻ കാണൂല. കലാകാരനല്ല ഞാൻ, കോലധാരിയാണ്. അപ്പോൾ അത് പിന്നെ ആ രൂപത്തിൽ തന്നെ കൊണ്ടാവണം. തെയ്യത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ അമൂല്യമായ സാധനമാണ് നമ്മളെ ചോറാന്ന്, അച്ഛനാന്ന്, അമ്മയാന്ന്, ദൈവമാന്ന് എല്ലാമാണ് എനിക്ക് തെയ്യം. ആ തെയ്യത്തിന് എന്ന് പറയേണ്ടത് മറ്റുള്ള രൂപത്തിൽ കാണാൻ എനിക്ക് ഒരിക്കലും പറ്റൂല. ഞാൻ ആ രൂപത്തേക്ക് മെനക്കെടുകയും ചെയ്യില്ല, ഇതുവരെ മെനക്കെട്ടിട്ടുമില്ല, ഇനി മെനക്കെടുകയും ചെയ്യില്ല. അപ്പോൾ തെയ്യം അമൂല്യ വസ്തുവാണ്. അതിൻ്റെ അമൂല്യത നഷ്ടപ്പെടാതെ മറ്റ് മാറ്റങ്ങൾ ഒരു അനിവാര്യമാണെങ്കിൽ പോലും പിന്നെ രാഷ്ട്രീയത്തിലും ബാക്കിയുള്ള കാര്യത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ പോലും മാറ്റം അത് പ്രകൃതി നിയമമാണെങ്കിൽ പോലും തെയ്യത്തിന് അമൂല്യമായ കാര്യങ്ങളുണ്ട്.
അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ ഉണ്ടാവണം തെയ്യത്തിന്റെ കാര്യത്തിൽ. അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ അത് തെയ്യമല്ലാതാവും. ആചാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പണ്ട് പൂർവികന്മാർ കാലങ്ങളിൽ കച്ചും ചിരിക്കുകയാണ് പ്രധാനമായിട്ട് ആചാരത്തിന് നമ്മളെ സമുദായത്തിൽ വാങ്ങി വരല്. വള വാങ്ങുന്നുണ്ട്, പട്ടും വളയും. കച്ചും ചിരിക കെട്ടിയാലും മാത്രമേ പട്ടും വളയും സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ഈ വള. വള പിന്നെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ വള പിന്നെ മക്കളെല്ലാം ഉപയോഗിച്ചിട്ട് അത് വിറ്റിട്ടോ അല്ലെങ്കിൽ മറ്റെല്ലാ രൂപത്തിൽ നഷ്ടപ്പെടും. പക്ഷേ കച്ചും ചിരിക അങ്ങനെയല്ല. മരിക്കുന്ന സമയത്ത് പോലും കെട്ടിയിട്ട് പിന്നെ ശവത്തിന് പോലും ഈ കച്ചും ചിരിക കെട്ടിയിട്ട് വേണം പട്ടടയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സാധനമാണ് ആചാരത്തിന് കച്ചും ചിരിക എന്നുള്ള കാര്യം. അത് വള വാങ്ങുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ തമ്പുരാൻ തരുന്ന സമ്മാനമായിട്ട്. പട്ടും വളയും സമ്മാനം, പട്ടും വളയും കെട്ടും കിഴിയും എന്നെല്ലാം പറയുന്നില്ലേ, അതുമാതിരി സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. ഇതെപ്പം നഷ്ടപ്പെടുത്താം. ഈ വള എന്ന് പറയുന്ന സാധനം സ്വർണം കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. അത് ബാങ്കിൽ പണയം വെക്കാൻ വേണ്ടി പറ്റും, പിന്നെ വിൽക്കാൻ വേണ്ടി പറ്റും. വളയെല്ലാം വിറ്റവർ എത്രയോ എൻ്റെ അറിവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കച്ച് കടയും കൊണ്ട് എടുക്കുക ഇല്ലല്ലോ. അപ്പം കച്ച് എന്ന് പറയുന്നത് അതിൻ്റെ കച്ചും ചുരുക്കി, ആ ചുരുക ചെരുന്നതിന് കണക്കുണ്ട്, കച്ച് കെട്ടുന്നതിന് കണക്കുണ്ട്. അതെല്ലാം ആചാരത്തിന്റെ പണ്ട് പൂർവികന്മാർ ചെയ്തു വന്നിട്ടില്ല. ആ ഒരു ചിട്ടയിൽ തന്നെ സ്ഥാനികന്മാർ ചെയ്തു വരേണ്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും ഇന്ന് ധാരണ ചെറുപ്പക്കാരുടെ ഇടയിൽ എത്രമാത്രം ധാരണയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് ആരും ചോദിച്ചിട്ടില്ല. പിന്നെ ചോദിച്ചവരോടെല്ലാം നിനക്ക് വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളോട് അറിവ് നേടാൻ വേണ്ടിയിട്ട് നമ്മളോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ട് കൊടുക്കുക. ആചാരസ്ഥാനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് പണ്ട് പൂർവികന്മാർ ഒരാൾക്ക് കിട്ടുന്ന ഇല്ലാണ്ടാക്കി എന്നല്ല ഞാൻ പറയുന്നത്. വള കൊടുക്കണ്ടെന്നും വള വാങ്ങണ്ടെന്നും അല്ല ഞാൻ പറയുന്നത്. വള സമ്മാനമാണ്. പണ്ടത്തെ നിശ്ചയപ്രകാരം കച്ചും ചിരിക്കാന്ന് പ്രധാനമായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ താവരാട്ട് ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് വള തരാൻ പുറത്തുനിന്ന് കുറേ ആൾക്കാർ നിന്നിട്ടുണ്ടായിനി. അപ്പോൾ ആ വള വാങ്ങാണ്ട് തന്നെ എൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ കച്ചും ചിരിക്ക താവരാട്ട് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങുന്നത്. ആചാരം പണ്ട് വണ്ണാം സമുദായത്തിൽപ്പെട്ടവർ ആചാരം വാങ്ങിക്കൽ കച്ചും ചിരിക്കുകയാണ് ആദ്യം. അതിനുശേഷം പട്ടും വള സമ്മാനമായിട്ട് കൊടുക്കലാണ്. അങ്ങനെയാണ് മുമ്പത്തെ സമ്പ്രദായം. ഇപ്പം പിന്നെ ആദ്യം തന്നെ കൊടുക്കുന്നത് വള കൊടുത്ത് വള കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെരുവണ്ണാനായി എന്നില്ല ആ ഒരു അർത്ഥത്തിൽ പിന്നെ അർഹതപ്പെടാതെ ആചാരം വാങ്ങിക്കൽ, മണക്കാടൻ പെരുവണ്ണാനാവുക, പെരുവണ്ണന്മാർ പാലത്തര കുറ്റന്മാർ പെരുവണ്ണാനാവുക, ഇങ്ങനെയെല്ലാം എല്ലാ സമ്പ്രദായങ്ങളെല്ലാം ഇന്ന് എന്നുവെച്ചാൽ പ്രാദേശികമായിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നെ എന്നാ പറയേണ്ടത്, അതാണ് വാങ്ങേണ്ട ആചാരത്തിനെ കുറിച്ചിട്ട്. നമുക്ക് അർഹതയില്ലാത്തത് ഒന്നിനെക്കുറിച്ച് നമുക്ക് ഒതുക്കാൻ വേണ്ടി പാടില്ല, ആശിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനതാണ് അനുവർത്തിച്ച് വരുന്നത്. പിന്നെ അന്ന് മണക്കാടൻ ഗുരുക്കളച്ചനാണ്. മണക്കാടൻ ഗുരുക്കളച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മേരെ അച്ഛൻ്റെ തറവാട്. അങ്ങനെ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ നവരാത്രി ഉത്സവത്തിന് വാവുകൾക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം തലേ ദിവസം തന്നെ അവിടെ പോയിട്ട് മന്ത്രശാലയിൽ പോലും അവരെ പിന്നെ മന്ത്രശാലയിൽ കിടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗുരുക്കളച്ചനെ ഞാൻ എന്താ പറയൽ, പിന്നെ അതിന് നിർവചിക്കാൻ പറ്റാത്ത രൂപത്തിൽ അന്ന് ഞാൻ ഗുരുക്കളച്ചനെ കാണും. ചെറുക്കത്തമ്പുരാന്റെ പരീക്ഷണത്തിന് വിധേയനായിട്ട് ചെറുക്ക കോവിലകത്ത് ഒറ്റ രാത്രി കൊണ്ട് 140 പരദേവതമാരെ കെട്ടിയാടിയ എന്നുവെച്ചാൽ ഇന്ദ്രജാലം മഹേന്ദ്രജാലം മനസ്സിലാക്കിയിട്ടില്ല ഒരു മഹത് വ്യക്തി, ഒരു താപസൻ, ജീവസമാധി ചെയ്തിട്ടുള്ള ഒരു താപസൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് നമുക്കെല്ലാം ഉള്ള വിശ്വാസം. അത് ഇന്നും മനസ്സിൽ എന്ന് വെച്ചാൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പിന്നെ തേജോമയമായിട്ടുള്ള രൂപം സ്വപ്നദർശനം പോലും കിട്ടണം, അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവണം എന്നുള്ള ചിന്താഗതിയും ആയിട്ടാണ് തോന്നുന്നത്. ഗുരുക്കളച്ചനെ സ്മരിക്കാതെ ഒരു തലപ്പാളിയും ഞാനിതുവരെ തൊട്ട് പിന്നെ തലപ്പാളി തൊട്ട് നെറ്റി വെക്കുമ്പോൾ എൻ്റെ ഗുരുക്കളച്ചാന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ഏത് തെയ്യം കെട്ടുന്ന സമയത്തും ഞാൻ ചെയ്തിട്ടില്ല. അതിന് ഏടി എനക്കാൻ അങ്ങനെ മുട്ടു മടക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല, തലകുനിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. തെയ്യത്തിനൊരു അപാകത അത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പുല്ലാളി കെട്ടിയിട്ട് ചെറിയ ഒരു ക്ഷീണം വന്നത് അത് അന്നേരത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗുരുക്കളച്ചനും സ്മരണയും ബാക്കിയുള്ള കാര്യങ്ങളും അത് ഇന്നതാണെന്ന് നിർവചിക്കാൻ എനിക്ക് പറ്റില്ല. ഗുരുക്കളച്ചൻ ആരാണെന്നും നിർവചിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കല്പമുണ്ട്. അത് എന്നാ പറയേണ്ടത്, നമ്മളെ സമുദായത്തിന് മാത്രമല്ല മറ്റ് സമുദായങ്ങൾക്കും, മറ്റ് പുറത്ത് ഉള്ള സമുദായങ്ങൾ പോലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു താപസൻ അല്ലെങ്കിൽ സന്യാസി എന്ന് തന്നെ പറയാം. എല്ലാം ഗുരുനാഥനും ദൈവവും എല്ലാം ഗുരുക്കളച്ചനാണെന്ന് തന്നെ പറയാം. തെയ്യത്തിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ 1-2 ആൾക്കാർ എൻ്റെ അടുത്തേക്ക് ഇപ്പം വരുന്നുണ്ട്.
പിന്നെ മുഖത്തകത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, മുഖത്തകത്തിന്റെ കൂട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ തെയ്യത്തിന്റെ വ്യത്യസ്തമായ തെയ്യത്തിന്റെ പിന്നെ തോറ്റം പാട്ട്, അതിന്റെ പിന്നെ ശൈലി, ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരോടും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും അമൂല്യമായ വസ്തുവാണ്. ഇത് നഷ്ടപ്പെടാതെ നമ്മളെപ്പോലെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നെ ആ രീതിയിൽ കൊണ്ടാടുന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ മറ്റ് രീതിയിലേക്ക് പുറം ലോകത്തേക്ക് ഇങ്ങനെ കണ്ടമാനം ചന്തയിൽ ആക്കും പോലെ ആക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് എനിക്ക് അറിയുന്ന അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അറിവ് എന്തായാലും കൊടുത്താലേ പറ്റൂ, അത് നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഓരോരാളും സ്റ്റേജിലും മറ്റേ വിമാനത്താവളത്തിലും ആടിയിടയിലും തെയ്യം കെട്ടാൻ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്തരം പ്രവണത അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ എനിക്ക് പറയേണ്ടി വരുന്നു. അത് പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, തെയ്യം അമൂല്യമാണ്, അച്ഛനാണ്, അമ്മയാണ്, ദൈവമാണ്, എല്ലാം നമ്മളെ ഉപജീവന മാർഗ്ഗമാണ്, നമുക്ക് ചോറ് തരുന്നതാണെന്നില്ല ഒരു ബോധം. തെയ്യം കെട്ടിയിട്ടില്ല ജീവിക്കുന്ന ഒരാൾക്ക് അത് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കൊല്ലാഭോഗമല്ലൻ പറവതിനിഹ ഞാൻ പെട്ട പാടിന്നെനിക്ക് പെൺചങ്ങാതിക്ക്